നിന്റെ അമ്മ ഇതൊന്നും തീരെ പ്രതീക്ഷ ഉണ്ടാവില്ല. അവരുടെ സ്വഭാവം നിനക്കറിയാലോ. നീ ഒന്നും കൂടി ആലോചിക്കും. ഇവളെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണോ? സാരമില്ല, എന്റെ വീടല്ലേ. ഞമ്മക്ക് ഇവളെ തൽക്കാലം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. അത് വേണ്ട. ഒരു കോടീശ്വരനെ ഭയന്ന ഇവൾ ഓടി വന്നിരിക്കുന്നത്. രണ്ടാനച്ഛൻ ആ പണക്കാരന്റെ പിമ്പും. നമ്മുടെ ചെറിയ പോലീസ് സ്റ്റേഷന് കോടീശ്വരനെ തോൽപ്പിക്കാൻ പറ്റുമോ? നീ പറയുന്നതിൽ കാര്യമുണ്ട്. ചിലപ്പോ വാദി പ്രതിയായിരിക്കും. ഇന്ദു ഇറങ്ങ്, പേടിക്കണ്ട. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. അവിടുത്തെ റിയാക്ഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് പോവല്ലേ നല്ല. ഏതായാലും നമുക്ക് ഇവിടെ നിൽക്കണ്ട, കുറച്ചങ്ങോട്ട് മാറി നിൽക്കാം. ഇല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടും. എടി സൗദാമിനി, ഒന്നും കൂടി വേഗം വന്നേ. അമ്മേ, ഒന്ന് വന്നേ. ലീലേ, ഈ കുട്ടിക്ക് ഉടുക്കാനൊരു സാരി കൂടെ. എന്റെ അനിയത്തിയാ, അകത്തോട്ട് കയറിക്കൊള്ളു. ഇതെന്ത് വേഷം? ഇത് ഇവന്റെ പോലീസ് സൂപ്പായല്ലേ? ഏതാടാ ഈ പെണ്ണ്? ഒരു പാവപ്പെട്ട പെണ്ണാണ്. ഒരാപത്തിൽ നിന്ന് ഞാൻ അവളെ രക്ഷിച്ചോണ്ട് വരുവാ. അമ്മ ഇപ്പൊ ഇത്ര അറിഞ്ഞാ മതി. കണ്ടമാനം നടക്കുന്ന എന്റെ കുടുംബത്തെ കയറ്റാൻ പറ്റില്ല. അന്ന് ആശുപത്രി വെച്ച് ഒരുത്തിയായിട്ട് കണക്ക് പറയുന്ന കണ്ടപ്പോഴേ എന്റെ ചങ്കടിച്ചതാ. ഇപ്പൊ പുതിയ ഒരുത്തിയും കൊണ്ട് വന്നിരിക്കുന്നു. ഇറങ്ങടാ എന്റെ പടിക്ക് പുറത്ത്, അറിയ പോടി. എന്നാലും നീ ഞങ്ങളോട് ഇത് ചെയ്തിലൂടെ പ്രഭാര. എന്റെ കൊച്ചിനെ തന്ത പറഞ്ഞു നേരായല്ലോ. നിന്റെ പെങ്ങന്മാരെ ഇനി എങ്ങനെ ആണുങ്ങളുടെ മൂത്ത് നോക്കും? ചേച്ചി ചേച്ചിയുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഒന്ന് നീങ്ങിന്നെ. കരയാതെ കൊച്ചേ, ഞാനാ ഇവന്റെ അച്ഛൻ. ഞാൻ നിന്നൊന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ കയ്യിൽ രൂപയുണ്ടോ മോളെ? 5 രൂപ പോലില്ലേ? പിന്നെ എന്ത് ഭാവിച്ച നീ എന്റെ ചെക്കനെ ഇറങ്ങി തിരിച്ചത്? കാരണം പോടി വന്ന്. ലീലേ, ഞാൻ എവിടെയെങ്കിലും പോയിക്കൊള്ളാം. എന്തുവാ? അവനെ വീട്ടിൽ കയറ്റില്ല എന്നുള്ളത് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കാത്തിരുന്നത്. ഇന്നലെ രാത്രി കണ്ട് പരിചയപ്പെട്ടാണ് ഓൻ പറഞ്ഞത്. ഇന്നാലും ഒറ്റ രാത്രി കൊണ്ട് അമ്മയും പങ്ങളും മറന്നു പോകാനുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാവാത്തത്. എന്നിട്ടിപ്പോ അവരെവിടെയുണ്ട്? അവന്റെ ഒരു ചങ്ങാതിന്റെ വീട്ടിലാ, ഇവിടെ നളിനന്റെ. നിങ്ങൾ പോയി അവൾ ഏതാണെന്നും പ്രഭാകരന്റെ കൂടെ വന്നത് എന്തിനാണെന്നും അന്വേഷിക്കണം. യെസ് സർ. യെസ് സർ. നടന്നോളൂ. ഇരിക്കൂ, കാപ്പി കുടിക്കേ. സ്വന്തവും ബന്ധമൊന്നും ഇല്ലാത്തൊരു പെണ്ണിനെ എത്ര നാളിങ്ങനെ കൂടെ താമസിപ്പിക്കും? ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം പരാതി കൊടുത്താലോ? അവള് പ്രായപൂർത്തിയായ പെണ്ണല്ലേ, അവളുടെ ഇഷ്ടമാണെന്ന് പറയും. പോരെങ്കിൽ ഇന്ദു താമസിക്കുന്ന ഇപ്പൊ എന്റെ വീട്ടിലാ. ഇവിടെ എന്റെ ഭാര്യയുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ ഒക്കൂല. അല്ല, ഒരു സത്യം കൂടി ഞങ്ങൾ അറിഞ്ഞോട്ടെ. ഒരൊറ്റ രാത്രി കൊണ്ട് എനിക്ക് പെണ്ണിനെ അത്ര ഇഷ്ടപ്പെട്ടു പോയോ? അല്ല, അതിന് സാമർത്ഥ്യമുള്ള പെൺപിള്ളാരും ഉണ്ടേ. നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അവിടെ കല്യാണം കഴിച്ചോ. പിന്നെ ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രതീക്ഷിക്കാതാണല്ലോ പലതും നടക്കുന്നത്. ഒരു പ്രത്യേക ചുറ്റുപാടിൽ പ്രഭാകരൻ ആ പെണ്ണിന് അഭയം നൽകേണ്ടി വന്നു. അതുകൊണ്ട് അവർ തമ്മിൽ പ്രേമായിരിക്കണം നിർബന്ധമില്ല. ആയിക്കൂടൊന്നുമില്ല. One night may make wonders. പ്രഭാകരനകത്തുണ്ടോ? ഉണ്ട്, സൂക്ഷിച്ച്. അകത്ത് ഇൻസ്പെക്ടറും ഉണ്ട്. ആരുണ്ടായ എനിക്കെന്താ? ഞാൻ എന്റെ ചെറുക്കനെ കാണാൻ വന്നതാ. എന്നാ പിന്നെ എന്നോട് എന്താ പറഞ്ഞേ? ഒന്നുമില്ല. പ്രഭാകര, എന്തോ നടന്ന നിന്റെ മനസ്സിലിരിപ്പ്? എങ്ങാണ്ട് കിടന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ നിനക്ക് പെട്ടെന്നുള്ള വേണ്ടെന്നായോ? അമ്മ, ഇത് നമ്മുടെ വീടല്ല, പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനെ പറ്റിയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ 1-2 പോലീസ് സ്റ്റേഷൻ കണ്ടതിന് ശേഷമാണ് നീ എന്റെ വയറ്റിൽ ജനിച്ചത് തന്നെ. ആ മാറ കുഞ്ഞ്, എന്നെ പറ, എന്റെ ഭാഗത്ത് എന്താ തെറ്റുള്ളത്? ഞാൻ ഇവന്റെ അമ്മയാ. എന്നോട് ചോദിക്കാൻ പറയാൻ ചെയ്യാതെ ഇവൻ ഏതോ ഒരു പെങ്കൊച്ചിനെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നു. എന്റെ വീട്ടിൽ അവളെ താമസിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അന്ന് അവിടെ കയ്യും പിടിച്ചോണ്ട് ഇവൻ ഇറങ്ങിപ്പോയതാ. പിന്നെ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവൻ തരുന്നല്ലാതെ ഞങ്ങൾക്ക് വേറെ വരുമാനം ഒന്നുമില്ല കുഞ്ഞ്. അമ്മ വിഷമിക്കാതെ വീട്ടിൽ പോണം. പ്രഭാകരനോട് ഞാൻ സംസാരിക്കാം. നാളെ ശമ്പളം കിട്ടും. ഞാൻ കാശ് കൊടുത്തയക്കാം. കാശ് കാശ് കാശിന് വേണ്ടി മാത്രമല്ലടാ ഞാൻ വന്നത്, നിന്നെ ഒന്ന് കാണാൻ കൂടാ. എന്നാലും ഒരു അലവലാതി പെണ്ണ് വന്നപ്പോ നീ എന്നെ മറന്നല്ലേ മക്കളെ? പ്രഭാകരൻ, ഏതാണ് ആ പെണ്ണ്? ഇന്ദു ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. രണ്ടാനച്ഛൻ അവളെ വിൽക്കാൻ ശ്രമിച്ചു. അവൾ ഓടിപ്പോന്നു. ഇതൊക്കെ പ്രഭാകരന് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണോ അതോ അവൾ പറഞ്ഞതോ? അവള് പറഞ്ഞതാ. അത് വെറും നുണയല്ലെന്ന് എങ്ങനെ അറിയാം? ഒരു പക്ഷേ അവൾ ഒരു കൊലപാതകം നടത്തിയിട്ടാണ് വന്നിരിക്കുന്നെങ്കിലോ?
പ്രതിക്ക് അഭയം നൽകിയ കുറ്റത്തിന് പ്രഭാകരനെ അറസ്റ്റ് ചെയ്യും, ജോലിയും പോവും. സ്വാമി അല്ലടാ സ്വാമി. എഴുതിയോ? നീ തന്നെ കൊണ്ട് കൊടുക്ക്. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി എത്രയും വേഗം രണ്ടുപേരും ഒരു ബെഡ്റൂമിലേക്ക് മാറാൻ നോക്കണം. ഇതാ. നീ എന്നോട് പറഞ്ഞ നിന്റെ കാര്യങ്ങളൊക്കെ നേര് തന്നെയാണോ? എന്താ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? എന്താ പെട്ടെന്ന് സംശയം തോന്നാൻ കാരണം? ഞാനൊരു പോലീസുകാരനായതുകൊണ്ട് എന്നോട് ചോദിക്കാനും പറയാനും മേലെ ആളുകളുണ്ട്. അതുകൊണ്ട് നീ എന്നോട് നേര് പറയണം. നീ ആരെയും കൊന്നിട്ട് ഓടി വന്നതാണോ? അവിടെ ഉണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ. അങ്ങോട്ട് ചെന്നേ. പ്രഭാകരൻ ആ പെണ്ണ് വേണ്ടാത്തോറും ചോദിച്ച് കരയിപ്പിക്കുക. എന്താ ഇവിടെ? എടാ, ഒരു പെണ്ണിനെ രക്ഷിക്കാൻ തീരുമാനിച്ച പുരുഷൻ ആദ്യം വേണ്ടത് നട്ടല്ല. നാട്ടുകാർ പലതും പറയും, അതൊക്കെ കേട്ട് തുള്ളാൻ തുടങ്ങിയ. എന്താണ് സാർ നല്ല പടക്കണ എനിക്കല്ല, നമ്മളെ കെട്ടിയോക്ക് ഓൾ എപ്പോഴും പറയും നല്ല നാടൻ അയില ഉണ്ടാക്കൊണ്ടിരാന്. നിന്റെ കെട്ടിയൊക്കെ അയില വാങ്ങാണോ സർക്കാർ വേണ്ടി? ഇനിയിപ്പോ 4 അയിലക്കും വേണ്ടി ഞാൻ ടെമ്പോ ബുക്ക് ചെയ്യേ. അബ്ദു, ഒരു 5 10 എനിക്കും വാങ്ങിച്ചോ. ഒന്ന് വേഗം വരണം. അങ്ങനെ അതിലെന്താ വില? 10 രൂപയ്ക്ക് 5. ഇതിൽ നിന്നൊരു 3 കിലോ. ഇത് എങ്ങോട്ടാണ്ട് ഓടുന്നത്? ഇവിടെ വേണം. അയിലാന്ന് തിമിംഗലത്തിൽ പിടിക്കാൻ പോകുമ്പോ അയില വാങ്ങണം. അങ്ങോട്ട് വാങ്ങണം. വാസുവിടെ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ 2 കൈ ഞാൻ അടിച്ചോടിക്കും. പിന്നെ ചുറ്റിക ഉയർത്താൻ പറ്റില്ല. പറയടാ, വാസു എവിടെ ഉണ്ട്? അവൻ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. പ്രഭാകരനെ തട്ടിയിട്ട് അവൻ നിങ്ങൾക്ക് പിടിതരൂ. ആ കാര്യം അച്ചട്ടാ. പ്രഭാര, ഇന്ന് രാത്രി എന്തായാലും സൂക്ഷിക്കണം. നീ വീട്ടിൽ പോകണ്ട, സ്റ്റേഷനിൽ തന്നെ കിടന്നു. അങ്ങനെ പേടിച്ചെടുന്ന വാസു ആരാ? കായംകുളം കൊച്ചുണ്ണിയോ? നിങ്ങളുടെയൊക്കെ കഴിവോട് കൊണ്ട് ചാടിപ്പോയപ്പോ അവനെ നിങ്ങൾ തന്നെ ഹീറോ ആക്കാണ്. പണ്ടാണ് ഈ പ്രഭാകരൻ ഒറ്റക്കായിരുന്നു. ഇപ്പൊ ആ പെണ്ണും വീട്ടിലില്ലേ? വടിവാള് വാസു വാക്ക് വലിച്ച ആ പെണ്ണ് കല്യാണത്തിന് മുമ്പേ വിധവയാവും. എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ അബ്ദു. വാസുവിന് കൂടുതൽ ദേഷ്യം എന്നോടാണെന്ന് സമ്മതിച്ചു. പക്ഷെ അബ്ദുക്കാരെയും വഴി വെച്ച് ഒറ്റ കിട്ടി അവൻ തട്ടും. ഇൻഷാ അല്ലാഹ്.